ചരിത്രം വളച്ചൊടിച്ച് വീണ്ടും NCERT മുഗൾ രാജാക്കന്മാർ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത ക്രൂരന്മാരെന്ന് പാഠപുസ്തകത്തിൽ പറയുന്നു. സുൽത്താനേറ്റിൻ്റെയും മുഗളന്മാരുടെയും ഭരണം കൊല്ലും കൊലയും അക്രമവും നടന്ന കാലമാണെന്നും ഹിന്ദു ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും തകർക്കപ്പെട്ടുവെന്നും പറയുന്നു. ശിവജി രാജാവിൻ്റെ കാലം മഹനീയമെന്നും പാഠപുസ്തകത്തിൽ മഹത്വവൽക്കരിക്കുന്നു. സിബി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, ഇതാണ് ഇവരുടെ യഥാർത്ഥമായ ചിത്രം. മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുഗളന്മാർ, അവരെക്കുറിച്ച് ഉള്ള പാഠപുസ്തക ഭാഗങ്ങൾ മുഴുവൻ തുടച്ചു മാറ്റപ്പെടുന്നു. അതല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ചിത്രം കുട്ടികളിലേക്ക് ഏറ്റവും ക്രൂരന്മാരെന്ന മട്ടിൽ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നു. ചരിത്രത്തെ വളച്ചൊടിച്ച് വീണ്ടും NCERT മുഗൾ രാജാക്കന്മാർ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത ക്രൂരന്മാരാണെന്ന് പാഠപുസ്തകത്തിൽ പറയുന്നു. സിബി, ഇത് ഇങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതവരുടെ പ്രക്രിയയുടെ ഭാഗമാണ്. മുഗളന്മാരെന്ന് പറഞ്ഞാൽ ക്രൂരന്മാരാണ്, ഇന്ത്യയെ കൊള്ളയടിച്ചവരാണ്, ക്ഷേത്രങ്ങൾ തകർത്തവരാണ്. എത്രയോ കാലമായി ഇത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശിവജിയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഇറങ്ങിയ ഒരു സിനിമയിൽ അവർ ഔറംഗസീബിനെ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ്. സിനിമ, അതുപോലെ തന്നെ സാഹിത്യം, വിദ്യാഭ്യാസം, ഇത് മൂന്നും അവരുടെ ഏറ്റവും ടാർഗറ്റായിട്ടുള്ള മേഖലകളാണ്. ഇവിടെ ഇപ്പോൾ NCERT ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവർ സ്വീകരിക്കുന്ന സമീപനം? ഷമ്മി, ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ ഇപ്പോൾ NCERT പരിഷ്കരിച്ച് വരികയാണ്. ഈ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലാണ് ഈ ഒരു ഭാഗമുള്ളത്. അതായത് ഈ 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ പരിഷ്കരണത്തിൽ പറയുന്നത് മുഗൾ രാജാക്കന്മാർ അവർ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്ത ക്രൂരന്മാരായ ഭരണാധികാരികളായിരുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. മറ്റൊന്ന്, സുൽത്താനേറ്റിൻ്റെയും മുഗളന്മാരുടെയും ഭരണം എന്ന് പറയുന്നത് കൊല്ലും കൊലയും കൊള്ളയും നടന്ന ഒരു കാലഘട്ടമായിരുന്നു. ഹിന്ദു ക്ഷേത്രവും ഗുരുദ്വാരകളെല്ലാം നിലയും തകർത്ത് എറിയപ്പെട്ടു.